Hey all, welcome back to CSS for Beginners. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്യൂഡോ ക്ലാസ്സസും അതുപോലെ തന്നെ സ്യൂഡോ എലമെൻറ്റ്സ് ആണ്. സോ നമുക്ക് കൂടുതൽ ഡിലേ ആക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്യൂഡോ ക്ലാസ്സസ് ആണ്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഹോവർ ദിസ് ലിങ്ക് എന്ന് കാണിക്കുന്നുണ്ട്. സോ നമുക്കൊന്ന് ഹോവർ ചെയ്ത് നോക്കാം. കണ്ടോ, ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്യൂഡോ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമുക്ക് ഹോവർ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, ആക്റ്റീവ് ആവുന്ന സമയത്ത്, അതുപോലെ തന്നെ nth ചൈൽഡ്, ഇങ്ങനത്തെ കുറച്ച് സ്യൂഡോ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല വേറെയും ഉണ്ട്. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്യൂഡോ ക്ലാസ്സസ് പറയുന്നത്. സോ ഇനി വേറെ ഏതൊക്കെ സ്യൂഡോ ക്ലാസ്സസ് ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഹോവറാണ്. ഹോവറിലോട്ട് ഇപ്പോൾ നമ്മൾ കാണിച്ചു, ഇതിന് ഹോവർ ചെയ്ത സമയത്ത് ഇത് റെഡായി. സോ ഞാനിവിടെ ഒരു പി ടാഗ് ഇട്ടിട്ടുണ്ട്. ഈ പി ടാഗുമ്പോൾ ഹോവർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ല, പക്ഷെ നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്, പി എന്നുള്ള ഈ എലമെൻറ്റ് സെലക്ടറിനെ യൂസ് ചെയ്തിട്ട് ഞാൻ ഹോവർ എന്നുള്ളത് കൊടുത്തു. കളറ് വൈറ്റ് വേണ്ട, നമുക്ക് പിങ്ക് കൊടുക്കാം. ഞാൻ ഓവർ ചെയ്യുന്ന സമയത്ത് ഒരു പിങ്ക് കളറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം, ഈ കളർ മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യാൻ പറ്റും, ഏത് സ്റ്റൈൽസും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റിന് പറ്റുന്ന ഏത് സ്റ്റൈൽസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഹോവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സ്റ്റൈലാണ് വേണ്ടത് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോവർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഫോക്കസ്, ഇപ്പോൾ ഇൻപുട്ടിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫോക്കസ് ആയി. സോ ആ ഒരു ഫോക്കസ് ആവുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ സ്റ്റൈൽ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫോക്കസ് സ്യൂഡോ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. സോ അടുത്തതാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. സോ ആക്റ്റീവ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ബട്ടൺസിനൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ ബട്ടന് ക്ലിപ്പ് ഹോവറായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ബട്ടന്. ഓക്കെ, ഇത് ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹോവർ ചെയ്യുമ്പോൾ ഒന്നും വരുന്നില്ല. ബട്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ആക്റ്റീവ് ആവുന്നുണ്ട് ഈ ബട്ടൺ ആക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്റ്റൈലൊക്കെ കൊടുക്കണമെങ്കിലാണ് ഈ ഒരു ആക്റ്റീവ് എന്നുള്ള ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാത്തിനും ഞാനിപ്പോൾ ഈ ഒരു എലമെൻറ്റ് സെലക്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന്. ബട്ട് നമുക്ക് ക്ലാസ്സിനും ഈ ഒരു സ്യൂഡോ ക്ലാസ്സസ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ ഇവിടെ ഈ ഒരു ലിസ്റ്റ് ഐറ്റം ഉണ്ടല്ലോ, ലിസ്റ്റ് ഐറ്റം ഞാനൊന്ന് യൂസ് ചെയ്യാം. സോ ഡോട്ട് ലിസ്റ്റ് ഐറ്റം ഈസ് ടു ഹോവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ കൊടുക്കാം. കളർ ഈസ് ഈക്വൽ ടു, കളർ വേണ്ട, ഇനി നമുക്കൊന്ന് ഡിസ്പ്ലേ നണ്ണാക്കാം. ഡിസ്പ്ലേ നണ്ണെന്ന് പറഞ്ഞാൽ കാണാതാകും. ഓക്കെ, ഇപ്പോൾ ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് ഐറ്റം ഹോവറാണ്. അപ്പോൾ ഞാനിതിന് ഹോവർ ചെയ്തപ്പോൾ എലമെൻറ്റ് 1 പോയി. ഓക്കെ, 5നെ ഹോവർ ചെയ്തപ്പോൾ അത് പോയി, 4ന് കൊടുത്തപ്പോൾ അത് പോയി. കണ്ടോ? സോ ഇപ്പോൾ ഞാൻ ക്ലാസ് വെച്ചിട്ടാണ് കൊടുത്തത്, എലമെൻറ്റ് വെച്ചിട്ടല്ല. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എലമെൻറ്റ് സെലക്ടറിന് മാത്രമല്ല ഇത് വർക്കാവുക, ക്ലാസ്സസിനൊക്കെ വർക്കാകും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഫോക്കസും ആക്റ്റീവും പഠിച്ച്, ഇത് സിമ്പിളാണ്, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത്. സോ പിന്നെ അടുത്തത് വരുന്നതാണ് nth ചൈൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എന്താണ്, കുറേ സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് പോലുള്ള സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കതിന് കളർ കൊടുക്കണം അല്ലെങ്കിൽ സ്റ്റൈൽ കൊടുക്കണം. ഓക്കെ, അത് ചിലപ്പോൾ എനിക്ക് ഈ ഒരു 5ാമത്തിന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഒന്നെങ്കിൽ ലാസ്റ്റ് ചൈൽഡ് മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഫസ്റ്റ് ചൈൽഡ് മാത്രം കൊടുത്താൽ മതി. ചിലപ്പോൾ എനിക്ക് ഓഡായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് 1 3 5 അങ്ങനെ കൊടുത്താൽ മതി. ചിലപ്പോൾ എനിക്ക് ഈവൺ ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, nth ചൈൽഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ സെക്കൻഡ് ചൈൽഡിന് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ടു സെക്കൻഡ് ചൈൽഡിൻ്റെ കളർ നോക്കൂ, കളർ മാറി ഗ്രീൻ കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓഡ് എന്നുള്ള സംഭവം കൊടുത്തിട്ട് എന്നാൽ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിയ സമയത്ത് ഓഡായിട്ടുള്ള എല്ലാത്തിനും കളർ മാറിയിട്ടുണ്ട്. 1 3 5 എന്നതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈവൻ ആക്കി കഴിഞ്ഞാൽ 2 4 എന്നുള്ളതിൻ്റെ കളർ മാറി. സോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ചൈൽഡിൻ്റെ കളർ അല്ലെങ്കിൽ സ്റ്റൈലൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഒരു സ്യൂഡോ ക്ലാസ് ഉണ്ട്. സോ ലിസ്റ്റ് ഐറ്റം ഈസ് ടു ഫസ്റ്റ് ചൈൽഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് വല്ലതും ആക്കി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മാത്രമായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതേ സാധനം സെയിം കോപ്പി ചെയ്തിട്ട് ലാസ്റ്റ് ചൈൽഡ് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, സ്യൂഡോ ക്ലാസ് ഉണ്ട്. സോ അപ്പോൾ അതിൻ്റെയും കളർ മാറി. സോ ഇപ്പോൾ ഇതാണ് സ്യൂഡോ ക്ലാസ്സസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് സ്യൂഡോ എലമെൻറ്റ്സിലോട്ട് പോകാം. സ്യൂഡോ എലമെൻറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ്, ഇതൊരു ലൈനാണ്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞത് ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ടാണ് വന്നിട്ടുള്ളത്.
സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സ്യൂഡോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ എന്നീ സ്യൂഡോ എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സ്യൂഡോ ക്ലാസ്സസിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഇത് യൂസ് ചെയ്യുന്നത് 2 ആയിട്ടുള്ളൊരു ഫുൾ കോളൻ പോലുള്ള സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് കോഡിലോട്ട് വരാം. കോഡിലോട്ട് വരുന്ന സമയത്ത് HTML വരുന്ന സമയത്ത് എന്താണ്, ഇത് സാധാ ഒരു പി ടാഗും ഒരു ക്ലാസ് നെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ CSS വരുന്ന സമയത്ത് ആ ഒരു ക്ലാസ് നെയിം ആൻഡ് എന്താണ് നമ്മുടെ സ്യൂഡോ എലമെൻ്റ് ആണ് വിളിച്ചിട്ടുള്ളത്. സ്യൂഡോ എലമെൻ്റ് വിളിച്ചാണ്ട് അതിനുള്ള സ്റ്റൈൽസും കാര്യങ്ങളും കൊടുത്ത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഈ ഒരു കളർ മാറിയത്, ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ ഈ ഒരു ഇതിലത്തെ ഫസ്റ്റ് ലെറ്റർ അങ്ങ് ഡിഫറെൻറ്റ് സ്റ്റൈലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പി ടാഗിലുള്ള ഫസ്റ്റ് ലൈനിന് മാത്രം കളർ വരും. മനസ്സിലായില്ലേ? ലെറ്റ് മീ ഷോ യു. സോ ഇതൊരു ഇതാണ്. ഞാൻ ഈ പാരഗ്രാഫ് ഒന്നും കൂടിയാണ് കോപ്പി ചെയ്യുന്നു. ഇനിയൊന്നും എടുത്ത് നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, ഇതിൻ്റെ ഫസ്റ്റ് ലൈനിൻ്റെ മാത്രം പച്ച കളറാണ്, ബാക്കിയുള്ളതൊക്കെ സാധാ സ്റ്റൈൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ലൈൻ എന്നുള്ള ഈ ഒരു സ്യൂഡോ ക്ലാസ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ബിഫോർ അതുപോലെ തന്നെ ആഫ്റ്റർ എന്നീ പ്രോപ്പർട്ടീസാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നൊരു സിമ്പിൾ എക്സാമ്പിൾ ആണെങ്കിൽ പോലും നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വെച്ച് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് കാണിച്ചു തരാം. സോ ഇപ്പോൾ നമുക്ക് എന്തിനാ മെയിനായി വെച്ചാൽ ബിഫോറും അല്ലെങ്കിൽ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ആഫ്റ്റർ ആയിട്ടോ നമ്മളൊരു എലമെൻറ്റിൻ്റെ മുന്നിലോ ബാക്കിലോ ഒക്കെ ആയിട്ട് കണ്ടൻറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിഫോറും ആഫ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ട് എന്നുള്ളതാണ്, നോട്ടിനാണ് നമ്മൾ ബിഫോർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പാരഗ്രാഫാണ്. എന്താണ് ദിസ് പാരഗ്രാഫ് ഈ സ്റ്റൈൽഡ് വിത്ത് ബിഫോർ സ്യൂഡോ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബൾബും അതുപോലെ തന്നെ നോട്ട് എന്നുള്ള പറഞ്ഞ സാധനം കാണാൻ പറ്റും. സോ അത് നമ്മൾ എവിടെയാണ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ നമ്മുടെ CSS നോട്ട് ബിഫോർ എന്നുള്ള ഇവിടെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് എന്താണ് ആഫ്റ്റർ വന്നിട്ടുണ്ട്. സോ ഇവിടെ ആഫ്റ്ററിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഇത്ര കാര്യങ്ങൾ ഇവിടെയുള്ളൂ. ഇവിടെ കണ്ടൻറ്റ് ആഫ്റ്റർ യൂസ് ചെയ്തിട്ട് എന്താണ് ഇവിടെയും ഒരു ടിക്ക് വന്നിട്ടുണ്ട്. സോ ഇത് ബിഫോർ വന്ന് അതുപോലെ തന്നെ ആഫ്റ്റർ വന്ന്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിനാണ് എന്നുള്ളത് ഒരു ബേസിക് അവയർനെസ് വെക്കുക. സോ ഇനി കൂടുതൽ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പ്രൊജക്റ്റും കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ സ്യൂഡോ ക്ലാസ്സസും സ്യൂഡോ എലമെൻറ്റ്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇതിനൊരു അസൈൻമെൻറ്റും വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അസൈൻമെൻറ്റിൽ കുറച്ച് ട്രിക്കി ആയ ഒരു ക്വസ്റ്റ്യൻ വെക്കാം. സോ ഞാൻ വെക്കുന്നുണ്ട്. സോ നിങ്ങളത് ചെയ്യുക. കംപ്ലീറ്റ് ആയവർ സ്റ്റോറിയൊക്കെ ഇടാം. അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാവുന്ന ഒരു ഇതും കൂടി വെക്കാം. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.